അഞ്ചാം ക്ലാസ്സിലെ ഉറുദു വിഷയത്തിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളും ഓരോ പാഠഭാഗത്തും നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യ യൂണിറ്റ് ഏക് ഗർ ബസായെ എന്നുള്ളതാണ്. അപ്പോൾ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യ യൂണിറ്റിൽ വരുന്നത്. ആദ്യ യൂണിറ്റിലെ ആദ്യ പാഠം സബക് ഏക്, ഒന്നാമത്തെ പാഠം അബ്ബ ആയെ എന്നുള്ളതാണ്. അബ്ബ ആയെ എന്നുള്ള ഒരു കവിതയിൽ, സിമ്പിളായിട്ടുള്ള ഒരു കവിതയിൽ ഉപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും അഥവാ അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും മുത്തശ്ശിയെക്കുറിച്ചും മുത്തശ്ശനെക്കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. അതിൽ വന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളും നാം അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ പാഠത്തിൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യം ഏതാ എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. 4 ചിത്രങ്ങൾ തന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. തസ്വീർ മേ കോൻ കോൻ ഹെ, ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത്? 4 ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് ഉമ്മ അല്ലെങ്കിൽ അമ്മ, മറ്റൊന്ന് ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ, മുത്തശ്ശി, മുത്തശ്ശൻ. ഇങ്ങനെ 4 പേരെ നിങ്ങൾക്ക് കാണാം. ഇത് ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം ഉണ്ടായിരിക്കുക. അഥവാ ചിത്രം തന്നിട്ട് അതിൻ്റെ താഴെ ഉറുദുവിൽ അതിൻ്റെ പേരെഴുതാനായിരിക്കും ഉണ്ടായിരിക്കുക. ഒന്നാമത്തെ നമുക്കറിയാം അമ്മി, ഉമ്മക്ക് അല്ലെങ്കിൽ അമ്മക്ക് ഉറുദുവിൽ പറയാം അമ്മി എന്നാണ്. മറ്റൊന്ന് ഉപ്പക്ക് ഉറുദുവിൽ പറയാം അബ്ബ, അച്ഛന് ഉറുദുവിൽ പറയാം അബ്ബ എന്നാണ്. മുത്തശ്ശിക്ക് ഉറുദുവിൽ പറയാം ദാദി എന്നാണ്. മുത്തശ്ശന് ഉറുദുവിൽ പറയാം ദാദ എന്നാണ്. ഇങ്ങനെയായിരിക്കും ചിത്രങ്ങൾ തന്നിട്ട് അതിൻ്റെ താഴെ അതിൻ്റെ പേരെഴുതാൻ പറയും, ആരാണ് എന്ന് എഴുതാൻ പറയും. ഒന്ന്. മറ്റൊരു ചോദ്യം നമുക്ക് ഇത് ജുംലയാക്കാൻ പറയും. ജുംല എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് വാക്യത്തിൽ എഴുതാൻ പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ് യേ അമ്മി ഹെ, ഇത് ഉമ്മയാകുന്നു. യേ എന്ന് പറഞ്ഞാൽ ഇത്, അമ്മി എന്ന് പറഞ്ഞാൽ ഉമ്മ, ഹെ ആകുന്നു. യേ അമ്മി ഹെ, ഇത് ഉമ്മയാകുന്നു. യേ അബ്ബ ഹെ, ഇത് അച്ഛനാകുന്നു. യേ ദാദി ഹെ, ഇത് മുത്തശ്ശിയാകുന്നു. യേ ദാദാ ഹെ, ഇത് മുത്തശ്ശനാകുന്നു. ഇങ്ങനെ നമുക്ക് ചോദ്യം വരാവുന്നതാണ്. ചോദ്യം വരുന്നത് ചിലപ്പോൾ എ എന്നിട്ടിട്ട് ഡാഷ് ഹെ, അവിടെ നമുക്ക് ചിത്രം മുകളിൽ കൊടുത്തിട്ടുണ്ടാവും, അതാരാന്ന് എഴുതാനായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയും വരാവുന്നതാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഈ പാഠഭാഗത്തിൽ മറ്റൊരു പ്രവർത്തനം വരാൻ സാധ്യതയുള്ളത് ആപ് കെ ഘർ മേ കോൻ കോൻ ഹെ, താങ്കളുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? നൂരിയുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ, താങ്കളുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നാണ് അടുത്ത ചോദ്യം വരാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം അബ്ബ, അമ്മി, ദാദ, ദാദി, ബായി, ബഹൻ. നമുക്ക് അബ്ബ, അമ്മി, ദാദ, ദാദി നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ബായി, ബഹൻ. ബായി, ബഹൻ നമ്മൾ ആ കവിതയിൽ പരിചയപ്പെട്ടത് തന്നെയാണ്. ബായി എന്ന് പറഞ്ഞാൽ സഹോദരൻ, ബഹൻ എന്ന് പറഞ്ഞാൽ സഹോദരി എന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിനെ ജുംലയിലാക്കാൻ ചിലപ്പോൾ പറയും, സെൻറ്റൻസിൽ വാക്യത്തിലാക്കാൻ ചിലപ്പോൾ പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ഘർ മേ അബ്ബ ഹെ. ഘർ എന്ന് പറഞ്ഞാൽ വീട്, ഘർ മേ വീട്ടിൽ, അബ്ബ ഹെ ഉപ്പയുണ്ട്. ഘർ മേ അമ്മി ഹെ, വീട്ടിൽ ഉമ്മയുണ്ട്. ഘർ മേ ദാദാ ഹെ, വീട്ടിൽ മുത്തശ്ശനുണ്ട്. ഘർ മേ ദാദി ഹെ, വീട്ടിൽ മുത്തശ്ശിയുണ്ട്. ഘർ മേ ബായി ഹെ, വീട്ടിൽ സഹോദരനുണ്ട്. ഘർ മേ ബഹൻ ഹെ, വീട്ടിൽ സഹോദരിയുണ്ട്. ഇങ്ങനെ നമുക്ക് വാക്യത്തിലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ ഈ പാഠഭാഗത്തുള്ളത്. ഇനി നമുക്ക് അടുത്ത ഈ പാഠഭാഗത്തിൽ വരാൻ സാധ്യതയുള്ളത് മുമ്പ് പറഞ്ഞതുപോലെ ചിത്രങ്ങൾ തന്നിട്ട് അതിൻ്റെ പേരെഴുതാൻ ചിലപ്പോൾ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പാഠഭാഗത്ത് പ്രധാനപ്പെട്ട ചിത്രങ്ങൾ വരാൻ സാധ്യതയുള്ളത് ഒന്ന് വീട്. ആ വീടിനെന്താണ് ഉറുദുവിൽ പറയുക എന്നാണ് ചോദിക്കുക. വീടിന് ഉറുദുവിൽ ഗർ. മറ്റൊന്ന് മാംഗോ, മാങ്ങക്ക് എന്താണ് ഉറുദുവിൽ പറയുക എന്ന് ചോദിക്കാം, ആം. മറ്റൊന്ന് റുമ്മാന് എന്താണ് ഉറുദുവിൽ പറയുക എന്നുള്ളതാണ് അനാർ. പിന്നെ ഈ പാഠഭാഗത്ത് വരുന്നത് അലിഫ് കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ എഴുതാൻ ചിലപ്പോൾ ചോദിക്കും. അത് നമുക്ക് ഇവിടെ തന്നെ ഒന്നുണ്ട്, അനാറുണ്ട്, അമ്മയുണ്ട്, അബ്ബയുണ്ട്. ഇങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ അമ്രൂദുണ്ട്. ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി മദ് അലിഫ് നീട്ടാനുള്ള അലിഫ് കൊണ്ട് എഴുതാവുന്ന പദങ്ങൾ ഒന്ന് നമുക്ക് ആം എന്നുണ്ട്, മറ്റൊന്ന് ആഗ്,
ആജ്, ആങ്കൺ, ഇങ്ങനെ ഒരുപാട് പദങ്ങളും നമുക്ക് ഈ പാഠഭാഗത്തൊന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ അത്രയും സിമ്പിളാണ് ഈ പാഠഭാഗം. ഓക്കെ, നമുക്ക് അടുത്ത പാഠഭാഗത്തേക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ശുക്രിയ, ഖുദാ ഹാഫിസ്.